നമ്മള് ജിഷ്ണു. നമ്മള് ഇന്നൊരു 2 സ്റ്റുഡൻസിന്റെ അടുത്തേക്കാണ് പോണത്. 2 പേർക്കൊരു പ്രത്യേകതരം ക്യാരക്ടറാണ്. ഒരാൾ ഭയങ്കര സോഫ്റ്റ് ആണ്, കൂൾ ആൻഡ് കാം ആണ്, ലാബ്രഡോഗ് ആണ്, നല്ല അറ്റാച്ച്ഡ് ബ്രീഡാണ്. അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ വിത്ത് ഔട്ട്സൈഡിലുള്ള ഓഫ് ലീഷ് ട്രെയിനിങ്. അതിപ്പോ ഡോഗ് ചിലപ്പോ വേറെയുള്ള ഡോഗ്സിനെ കാണുമ്പോഴൊക്കെ ഓടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇവരെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ റോട്ടിലല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോഗ്സുകളെ കാണാൻ വേറെയുള്ള ഒരു ഇതുകൾ അധികമായിട്ട് കണ്ടിട്ടില്ല ഡോഗ്. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് കൂടുതലായിട്ട് അത് സ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ. ഇന്ന് നമുക്ക് അവളെ ഒന്ന് പുറത്തോട്ട് ഇറക്കാം. എത്ര പ്രായമുണ്ട് ജിഷ്ണു അവൾക്ക്? ഇപ്പോ ലാബിന് ഏകദേശം ഒരു 3 വയസ്സിന്റെ അടുത്താവാറായി. 3 വയസ്സ്. 3 വയസ്സ് ആവാറായില്ലേ? മാർച്ച് വന്നാ 3 ആയില്ലേ? 2.25, 2.5 ആ റേഞ്ച്. പിന്നെയുള്ളത് ഏതാ ബ്രീഡ്? റോഡ് വീലർ. അതിന്റെ ബിഹേവിയറിങ് എന്താ കുഴപ്പം? ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഫുള്ള് കുരുത്തക്കേടാണ്, പറഞ്ഞ അനുസരിക്കില്ല, കൂട്ടി കയറാൻ പറഞ്ഞാൽ കേറത്തില്ല. അത് അതിന്റെ ഇഷ്ടം പോലെയാണ് നടക്കുന്നത്. കൂട്ടി കയറാൻ പറഞ്ഞ അവിടെ ഒരു കിട്ട കടത്തല് കിടക്കും. എത്ര പ്രായമുണ്ട്? ഒരു 10 മാസം, 8-9 മാസം. 8 to 10 ഉള്ളു. അവനിങ്ങനെ വേറെയുള്ള ഡോഗുകളൊക്കെ കാണുമ്പോ വേറെ ഡോഗിനെ കണ്ടാലും ഓടിക്കലാണ് അതിന്റെ മെയിൻ പണി. അതിന്റെ പുറകിൽ 1 കിലോമീറ്റർ ആണെങ്കിൽ 1 കിലോമീറ്റർ ആണെങ്കിലും ഓടുന്നത്. പൂച്ച എല്ലാത്തിന്റെ അടുത്ത് ഫീമെയിൽ ആണല്ലേ? ഫീമെയിലാണ്, 2 ഫീമെയിലാണ്. ലാബും 2 ഫീമെയിൽ. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് പല ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഡോഗ് തിരിച്ച് കൂട്ടി കയറില്ല. ഭയങ്കര ബുദ്ധിയുള്ള ഡോഗുകളാണ് അവര്, അത് കാരണം കൊണ്ടാണ് കൂട്ടി കയറാത്തത്. അപ്പൊ അവർക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡുകള് ഓണേഴ്സിന് അഡ്വൈസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആയിരിക്കണം അതിനെ കറക്ഷൻ ചെയ്യാം. പിന്നെ റോഡ് വീലർ ആയ കാരണം കൊണ്ട് തന്നെ വലുതായി കഴിയുമ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഇപ്പോഴന്നെ അതിനെ 2 ചലഞ്ചാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ബെല്ലാനെ ഓഫ് ലീഷിൽ നടത്തും. അത് കഴിഞ്ഞിട്ട് ആരുള്ള ലിയോ റോഡ് വീലറിനെ മെയിലാണോ? 2 ഫീമെയിലാണ്. അവളെ നമ്മൾ കൂടുതലേക്കും കയറ്റും. ഈ കൂട്ടി കയറുന്ന നമുക്ക് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ബിഹേവിയറിങ്. അപ്പൊ ഓക്കെ, ടാറ്റ. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് ഫുൾ വീഡിയോ യൂട്യൂബിലായി അപ്ലോഡ് ചെയ്തിട്ട് കാണാം. അത് നമുക്ക് ലിയോന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് ലിയോന്റെ ക്യാരക്ടർ. ഒന്ന് അയച്ചു വിട്ടു. ഞാൻ വിചാരിച്ച പോലെ ഇല്ല കേട്ടോ. ജിഷ്ണനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു, ഭയങ്കര വലിപ്പമായി. തിരിച്ച് കൂട്ടി കയറാൻ ഭയങ്കര മടിയൊന്നുമില്ല. വല്ല ട്രീറ്റ് ബിസ്ക്കറ്റ് അങ്ങനെ ഇതാണ് അവസ്ഥ. കൂട്ടിൽ കയറാൻ പറഞ്ഞ ആള് കിടക്കും. പിന്നെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോ പുറത്തേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നു. ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. സൈലന്റ് ആയി പറഞ്ഞാൽ ആൾ ഉഷാറായി. ലിയോനെ കൂട്ടിയെ കയറലാണ് ഇവർക്ക് മെയിൻ ബുദ്ധിമുട്ട്. കാരണം പിന്നെ ഇവൻ കൂടിനുള്ളിൽ തന്നെ പൊട്ടിയൊക്കെ ചെയ്യും. അതും കൂടി ഒന്ന് റെഡി ആക്കണം. ഇതൊന്ന് വീഡിയോ എടുത്ത ആ പറ്റിയപ്പോഴേക്കും പോകും. നമ്മുടെ വിട്ടോ വിടും. വിളിക്ക്. ഓടില്ല, ചാട്. പിടിക്കണ്ട. നോ പ്രോബ്ലം. അമ്മ അത് നോക്കണ്ട. അമ്മ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അമ്മേ വിളിക്കണം. വണ്ടി ലിയോയ്ക്ക് വണ്ടീന്റെ സൗണ്ട് കുറച്ച് കേട്ടോ.
നമ്മളെത്രത്തോളം പത്തുമണിയല്ല ഇതാണ് ഇതിന് മെയിൻ പ്രശ്നം. അവിടെ നിന്ന് വളവ് തിരിയുമ്പോ ചിലപ്പോ പെട്ടെന്ന് വണ്ടി വരുമ്പോ എങ്ങനെ പോകുന്നു കേട്ടിട്ട് സിമ്പിളായിട്ട് എന്നുള്ള കമാൻഡാണ് ബ്രേക്ക് ആകാശാണ്. Good baby. Sit. Good. Amazing baby. Amazing. Amazing baby. ഇത് യാറ് നമ്മളായ പട്ടിയാ പിടിക്ക് ഓടും. നമുക്ക് അത്ര ഉറപ്പ് പറയുന്ന സ്ഥിതിക്ക് നോക്കാം. ഇതിപ്പോ പട്ടിന് പറയാനിട്ട് ഇനഫ് നമ്മള് നടന്നു പോ നിങ്ങൾ നേരെ പോ. വിളിക്ക്. പോ നിങ്ങൾ പോ. അതിന് നോക്കണ്ട. പോയിക്കൊണ്ടിരുന്നോ? നടക്ക് ആ പട്ടീന്റെ പൈസയിലിട്ട് അതിന്റെ ഫോട്ടോ എടുക്കും. മറ്റു പോണോ? ഹായ് ഗൈസ്, ഇതാണ് ലിയോ. ഇപ്പം നമ്മളിവിടെ എത്തിയതിന് ശേഷം ഒരു മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് ശേഷമാണ് ഇവിടെ നമ്മൾ പുറത്തോട്ട് സോഷ്യലൈസേഷന് വേണ്ടി ഇറക്കിയിട്ടുള്ളത്. ഇതുവരെ ഇവിടെ പുറത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ലേ. മുമ്പൊക്കെ ഇങ്ങനെ ഡോഗ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഓടി പോവുക, അവരായിട്ട് അഗ്രഷൻ, അങ്ങനെയുള്ള പ്രോബ്ലംസുകളാണ് ഇവിടെ കൂടുതലായിട്ട് കാട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഓണേഴ്സിന് ഒരു അവയർനെസ് കൊടുക്കുകയാണ്. അതായത് അവർക്ക് നമ്മൾ തിയറി ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാട്ടിക്കൊടുത്താൽ ഇപ്പോൾ ഇവർക്കൊരു 8 months ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ സോഷ്യലൈസേഷനൊക്കെ നമ്മൾ ചെയ്ത് ഇവരെ ഈ ഇൻട്രൊഡ്യൂസിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെയുള്ള ഡോഗുകളെ എങ്ങനെയാണ് കാണുമ്പോൾ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഓണേഴ്സ് എങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് വയ്ക്കേണ്ടത്, എന്തൊക്കെയാണ് കമാൻഡുകൾ പറയേണ്ടത്, എപ്പോഴൊക്കെയാണ് ഡിസ്ട്രാക്ഷനുകൾ വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസുകൾ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു പോകുന്നത്. മെയിൻലി ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയ കാരണം കൊണ്ട് റീകോളിംഗ് ആണ് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും അറിയാം, റോട്ട് വില്ലർ ആയ കാരണം കൊണ്ട് ചെറിയൊരു ഭയം പലർക്കും ഉണ്ടാവും. കുറവാൾക്കാർക്കാണതുള്ളൂ. അപ്പോൾ ഇപ്പോഴൊക്കെ വേറെയുള്ള ഡോഗ്സുകൾ അവിടെ നിന്ന് പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഇവിടെ തന്നെ നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് നമ്മൾ അവരെ ട്രെയിനിങ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെയുള്ള ആൾക്കാർ വന്ന് അവരുടെ മേത്തോട്ട് കയറാം, അവരുടെ അടുത്തോട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം കൂടി ഉണ്ട്. അപ്പോൾ റോട്ട് വില്ലർ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും പേടിക്കാനും ഇതിനൊക്കെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഡോഗ് അവിടെ നിന്ന് വന്നിട്ട് പ്രവോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വട്ടം ഡോഗുകൾ വന്ന് പ്രവോക്ക് ചെയ്ത് പോകുമ്പോഴും അവർ നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ളൊരു അവയർനെസ് ഡോഗിന് വേണം. ഇപ്പോൾ കണ്ട, ഇപ്പോൾ റോട്ട് വില്ലർ പൊതുവെ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം, വണ്ടിമേക്ക് ചാടി കയറാൻ നോക്കുക, വണ്ടി ഭയങ്കര പേടി കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ ആയ കാരണം കൊണ്ട് തന്നെ ആ വണ്ടികളുടെ ആ ഒരു ഫിയർ കൊണ്ട് പോവുകയാണ്.
അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഡോഗിനെ പറ്റി ചെയ്യാണ്ട് ഡോഗിനെ റീകോൾ ചെയ്ത് ഇവിടെ നിന്ന് നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയാണ്. അത് ഇവർക്കും കൂടി ഇതിൻ്റെ ഓണേഴ്സിനും കൂടിയും ആ ഒരു കോൺഫിഡൻസ് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോഗിന് ഇപ്പോഴും ആ ഒരു ഷേപ്പിങ്ങിലോട്ട് ഡോഗ് വന്നിട്ടില്ല. നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഡോഗ് ഒന്ന് ലീഡ് ചെയ്തിട്ടാണ് നടക്കുന്നത്. പല സ്ഥലങ്ങളിലും സ്ട്രേ ഡോഗ്സിൻ്റെ യൂറിൻ ഉണ്ടാവും, സ്മെല്ലുകളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ഇവർ ഗ്രാസ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് മെയിൻലി വണ്ടികൾ കാണുമ്പോൾ, മെയിനായിട്ട് ഈ ഓട്ടോ ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ കൺട്രോളിൽ പോകും. ഇപ്പോൾ ഞാൻ ഡോഗിനെ ഫ്രീ ആക്കിയതാണ്. നമ്മളെത്ര ഹോൾഡ് ചെയ്താലും ഡോഗിനെ ഫ്രീ കമാൻഡും കൂടി നമ്മൾ പഠിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ക്രൈറ്റ് കയറ്റാനുള്ള ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ ക്രൈറ്റ് കയറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് നോക്കാം. കയറുന്നില്ലാണ്. Enough, baby. Cute. Leo, come. Baby. കൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഭയങ്കര മടിയാണ്. Next. Stay. Sit. Sit, baby. Left. തല തട്ടല്ലേ? ലിയ ഗെറ്റ് ഇൻ. ലിയ ഞാൻ പോയി നോക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, നീ നിൽക്ക്. ലിയ ഗെറ്റ് ഇൻ. ലിയ ഗെറ്റ് ഇൻ. അവന്റെ കണ്ണാണെങ്കിലും വിടരൂല. എന്റെ കണ്ട് പാതി നോക്കണം. ലിയ ഗെറ്റ് ഇൻ. കണ്ണിന് കട്ടെടുത്തു ലിയ ഗെറ്റ് ഇൻ. സംസാരിക്കുന്നതാണ്. ലിയ ഗെറ്റ് ഇൻ. Yes. ഗുഡ് ബോയ്. Good, 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 good. ഗുഡ് Super, ബോയ്. super. Leo, good girl. ലിയ ക്യുക്ക്. ലിയ enough. Get in. ലിയ get in. Hey, good, 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 good. Good boy. ഗുഡ് ഗേൾ ആണ് കൃഷ്ണേട്ടൻ. അത് പറയുമ്പോ പറയുന്നുള്ളൂ. ലിയ ക്യുക്ക്. ലിയ get in. Hey, super Leo. Good girl, good girl. ഇനി ട്രീറ്റ് കൊടുക്കണ്ട. ഈ ട്രീറ്റ് നമ്മുടെ കാറിന്റെ അത് ഇതാണ്. ഇതിന് Good പഴിച്ചത് girl, good girl. Enough. Enough. Leo. നമ്മുടെ വണ്ടികൾ. Good girl, good girl. ഞാൻ Good girl. ട്രീറ്റ് വന്നു. വെള്ള നീ ഇങ്ങ് വാ. Get in. അത് ശരിയാവും. Cute ഓർമ്മയ്ക്ക്. Kick അല്ല, cute. Leo. Leo. Good girl. തല ഇടിക്കണ്ടോ? കാര്യത്തിന് കാരണം മുഖത്തൊരു കടി കടിക്കുമ്പോ അമ്മയ്ക്ക് ഒരു ഉമ്മല. Leo. അമ്മയ്ക്ക് ഒരു ഉമ്മല. ഈ ലീഡിങ് ഒന്ന് ഒഴിവാക്കി എടുത്താൽ മതി. എന്തിലടിങ്ങ് ഈ നടക്കണ കണ്ട ഇപ്പൊ മര്യാദക്ക് നടക്കുന്നില്ല അല്ലേ? ഒന്നും മാറ്റരുത്. നോക്കേ വേണ്ട ഡോഗിനെ. ഇപ്പോൾ നമ്മളവിടെ കുറച്ചും കൂടി കഴിഞ്ഞു. ഇപ്പോൾ ടൈം നമ്മൾ ഒരു വൈകിട്ടായിട്ട് ഇവിടെ എത്തി, ഒരു 5:30 എത്തി. കുറച്ച് ടൈമാണ് നമുക്ക് വെളിച്ചത്തിൽ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരത്തെ കൊണ്ട് അവളായിട്ട് ഒരു നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഒരു കിലോമീറ്ററോളം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഡോഗിന് ഒന്നുകൂടി നല്ല ഒരു അവയർനെസ് കിട്ടും. ആദ്യം ഉണ്ടായിരുന്ന ഒരു ഫ്രസ്ട്രേഷൻ കുറവുണ്ടാവും. ഇപ്പോൾ വേറെയുള്ള ഡോഗ്സുകളൊക്കെ അവിടെ നിന്ന് പ്രവോക്ക് ചെയ്യുമ്പോഴും നമ്മൾ മുമ്പുള്ള പോലെ അത്ര അഗ്രസീവായിട്ട് ഡോഗ് പോകണില്ല.
നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഡോഗ് നടക്കുന്നത്. ഞാനായിട്ട് കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്കിലാണ്. ഇവിടെ നമ്മുടെ ഒപ്പം വന്നിരുന്ന നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആകാശ് എന്ന് പറഞ്ഞിട്ട്, ആ വൈറ്റ് ഷർട്ടായിട്ടുള്ളത്. അപ്പോൾ അവനും ആയിട്ടും കുറച്ച് നല്ല ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ട്രീറ്റൊക്കെ വന്നപ്പോൾ ട്രീറ്റൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും നല്ല രീതിയിൽ ആളായിട്ട് നല്ലൊരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി പോകുമ്പോൾ കണ്ട ആ ഒരു പേടിയില്ല. അപ്പോൾ അവിടെ തന്നെ റോട്ടിൽ തന്നെ നിന്നിട്ട്, മുമ്പൊക്കെ റോഡിൻ്റെ ആ സൈഡിലോട്ട് ആ പുല്ലിലോട്ട് പോകലാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ അവിടെ തന്നെ നിർത്തിയിട്ട് പെറ്റ് ചെയ്യുക, ആളൊന്ന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അത് നമ്മുടെ അടുത്തോട്ട് വരില്ല എന്നുള്ളൊരു അവയർനെസ്സാണ് നമ്മൾ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് ഡോഗിന് ഇങ്ങനെയാണ് നടക്കണ്ടേ എന്നുള്ളൊരു ഇത് ഉണ്ടാവില്ല. ഒരാളായിട്ട് തന്നെ നടത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ നടത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഫീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ക്രൈറ്റേ കയറ്റുമ്പോഴും ഫസ്റ്റ് ഞാൻ അൺനോൺ പ്രസൻ്റ് ആയ കാരണം കൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ട്രീറ്റ് കൊടുത്തിരുന്നെങ്കിലും പിന്നീട് ട്രീറ്റ് ഇല്ലാണ്ട് തന്നെ എങ്ങനെ കയറ്റാം, സ്റ്റേ ആക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ റോട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ വണ്ടികളൊക്കെ പോകുമ്പോൾ ആ സൗണ്ടൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ അവളെ നമ്മൾ റെഡിയാക്കി എടുക്കുക. സോഷ്യലൈസേഷനാണ്. കുറച്ച് ടൈമൊക്കെ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിലൂടെയൊക്കെ വണ്ടി പോകുക, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഡോഗ് നല്ല രീതിയിൽ ഭയം ഇല്ലാതായി മാറും. ഒരു ഫിയർ മാറ്റിയെടുക്കലാണ് നമ്മുടെ ഉദ്ദേശം. നമ്മളിങ്ങനെ നിന്നിട്ട് സോഷ്യലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാം ആൻഡ് ക്വയറ്റായിട്ട് വണ്ടി വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഡിസ്ട്രാക്റ്റ് ആയാലും പിന്നീട് ഇപ്പോൾ ആൾ കാമായിട്ട് ഇരിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ നമ്മൾ അവൾക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ട്രീറ്റ് കൊടുക്കേണ്ടത്, കയ്യിൽ പിടിച്ചിട്ട്, അതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊന്ന് അവളെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഷേപ്പിംഗ് ആണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ ട്രീറ്റ് നമ്മൾ കൊടുത്തു തുടങ്ങി. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഫിയറൊക്കെ മാറി വരുന്നുണ്ട്. അതായത് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ആൾ ഫിയർഫുള്ളല്ല, സ്മാർട്ടായിട്ട് തന്നെയാണ് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് കറക്റ്റായിട്ട് ട്രീറ്റൊക്കെ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചില ഡോഗുകളൊക്കെ കംഫർട്ടബിൾ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ് എടുക്കില്ല, ഭയങ്കര ഷൈ ആയിരിക്കും, ടൈലൊക്കെ ബാക്കിലോട്ട് ഇങ്ങനെ വളച്ചു പിടിക്കും. അത് നമുക്ക് പൊതുവെ അറിയാമല്ലോ. പക്ഷേ ആൾ ഭയങ്കര സ്മാർട്ടാണ്. മുമ്പുണ്ടായിരുന്ന ആ അഗ്രഷനൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ഡോഗിനൊക്കെ കാണുമ്പോൾ തന്നെ നോർമലായിട്ട് ആൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളൊന്ന് ഷേപ്പിങ്ങിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ലെഫ്റ്റ് റൈറ്റ് ക്ലോസിൽ ഡോഗ് നടക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെതറി നടക്കുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ അവൻ ഷോപ്പിലോട്ട് പോയൊക്കെയാണ് ജിഷ്ണു. അപ്പോൾ അതുവരെ കാമായിട്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കിടന്ന് പരതി കൊണ്ടിരിക്കും ഡോഗ്. അപ്പോൾ കാമായിട്ട് ഇരിക്കാൻ പഠിപ്പിക്കുക. പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾ സ്ട്രൈറ്റ് നടന്നു. നീ അങ്ങനെ തന്നെ നടന്നോ? ഇപ്പോൾ അവിടെ ഡോഗ് അവിടെ നിന്നിരുന്നതിൻ്റെ കാരണം ഞങ്ങളൊക്കെ ബാക്കിലാണ്, അവൾ മാത്രമാണ് മുന്നിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മളെയും കൂടി നോക്കാൻ വേണ്ടി നിൽക്കണം. നമ്മളെല്ലാവരും ലീഡ് ചെയ്തിട്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അധികം മൈൻഡ് ചെയ്യാണ്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഡോഗ് റെഡിക്ക് വരും. പിന്നെ ഈ ഡോഗുകൾ ഷേപ്പിൽ നടക്കുന്ന സമയത്ത് ഓണേഴ്സിനും കൂടി നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം എങ്ങനെയാണ് നടക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ലെഗിനോട് ടച്ച് ചെയ്ത് നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. ചെരുപ്പ് ചവിട്ടി ക്ലോസിൽ നടക്കുക. നമ്മുടെ സ്റ്റുഡൻറ്റിനെ കൊണ്ട് അവനെ ക്ലോസിൽ നടത്തിക്കാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് നല്ല രീതിയിൽ ക്ലോസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫ് ലീഷ് വീഡിയോ. ഇവരെ അപ്കമിങ് വീഡിയോസുകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.